ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ചിക്കൻ സ്റ്റൂ ആണ്. അപ്പത്തിൻ്റെയും ഇടിയപ്പത്തിൻ്റെയും പാലപ്പത്തിൻ്റെയും എല്ലാം കൂടെ കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ സ്റ്റൂ ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ക്ലീൻ ചെയ്ത് 1 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. അത്യാവശ്യം വലിപ്പമുള്ള കഷ്ണങ്ങളായിട്ടാണ് കേട്ടോ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ചിക്കൻ സ്റ്റൂ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് സവാളയൊക്കെ വഴറ്റിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കടായി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ഒരു തക്കോലം, 4 ഏലക്ക, 4 ഗ്രാമ്പു, ഒരു 2 ഇഞ്ചുള്ള കറുവാപ്പട്ട, ഒരു 2 ബേ ലീഫ് ഇത്രയും ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂൺ കുരുമുളകും ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുരുമുളക് മുഴുവനായിട്ടുള്ളതാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഒന്ന് ഇളക്കി കൊടുക്കാവേ. സ്പൈസസ് ഒക്കെ ഒന്ന് ചൂടായി കഴിയുമ്പോഴേക്കും ഒരു 3 പച്ചമുളക്, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി, 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളിയും കൂടി അരിഞ്ഞതാണ് അത് ചേർത്ത് കൊടുക്കുക. ഒരുപാട് വാടി വരുമൊന്നും വേണ്ട, ലൈറ്റായിട്ടൊന്ന് കളർ മാറിയാൽ മാത്രം മതി. അതിലേക്ക് ഒരു വലിയ സവാള ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചതാണ് അത് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇളക്കി കൊടുക്കാം. സവാളയുടെ കളറും ഒരുപാട് കളർ മാറണ്ട, ലൈറ്റായിട്ടൊന്ന് കളർ മാറിയാൽ മാത്രം മതി. അല്ലെങ്കിൽ നമ്മുടെ ചിക്കൻ സ്റ്റൂ ഉണ്ടാക്കി കഴിയുമ്പം സ്റ്റൂവിൻ്റെ കളറിന് വ്യത്യാസം വരും കേട്ടോ. സവാളയുടെ കളറൊക്കെ ചെറുതായിട്ടൊന്ന് മാറിയിട്ടുണ്ട്. ഇത്രയും മാറിയാൽ മതി കേട്ടോ. ഇത് കൂടുതൽ വഴന്നു വരുമൊന്നും വേണ്ട. ഇതിലേക്ക് നമ്മൾ ആദ്യം എടുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം. മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ച് നല്ലതുപോലെ ഇളക്കി കൊടുക്കണം. ആ ചിക്കൻ്റെ കളറൊന്ന് മാറി വരണം. ചിക്കൻ്റെ കളറൊക്കെ മാറി നല്ലൊരു വൈറ്റ് കളറായിട്ടുണ്ട്. ഇതാണ് കേട്ടോ അതിൻ്റെ ഒരു പാകം വരുന്നത്. അതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ ഒരു ഉരുളക്കിഴങ്ങും, ഒരു മീഡിയം സൈസാണ് ഉരുളക്കിഴങ്ങ്, ഒരു മീഡിയം സൈസുള്ള ക്യാരറ്റും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ക്യാരറ്റൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റം വരുത്തിക്കൊള്ളുക. ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഉരുളക്കിഴങ്ങൊക്കെ ചേർക്കുവാണെങ്കിൽ നമ്മുടെ സ്റ്റൂവിനൊരു കൊഴുപ്പൊക്കെ കിട്ടും. ഒന്ന് ഇളക്കി കൊടുക്കാം. കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം. 1 ടീസ്പൂണ് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 5 മിനിറ്റ് അടച്ചു വെച്ച് കൊടുക്കാം. ലോ ഫ്ലെയിമിലാണ് കേട്ടോ വെച്ചിരിക്കുന്നത്. 5 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്നു നോക്കാം. ചിക്കനിൽ നിന്നൊക്കെയുള്ള വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന 2ാം പാല് ആദ്യം ചേർത്ത് കൊടുക്കാം. ഇത് 2 കപ്പുണ്ട്. 2ാം പാൽ ഒഴിച്ചതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമുക്ക് അടച്ചു വെക്കണ്ട കേട്ടോ. അതൊന്ന് തിളച്ച് കഴിഞ്ഞതിന് ശേഷം മാത്രം നമുക്ക് അടച്ചു വെക്കാവേ. 2ാം പാൽ ഒഴിച്ചു കഴിഞ്ഞതിന് ശേഷം നല്ലതുപോലെ തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് തേങ്ങാപ്പാലൊന്ന് പിരിഞ്ഞതുപോലെയൊക്കെ കാണും. അത് കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഒന്ന് ഇളക്കി വെച്ച് കൊടുക്കാം. ഇനി ചിക്കനും ഉരുളക്കിഴങ്ങും എല്ലാം നല്ലതുപോലെ വെന്ത് വരണം. അതിന് വേണ്ടിയിട്ട് നമുക്കിതൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം. ഞാനിവിടെ ഒരു ലോ ഫ്ലെയിമിലാണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത്. തേങ്ങാപ്പാലുള്ളത് കൊണ്ട് തിളച്ച് പൊങ്ങി വരാൻ സാധ്യതയുണ്ട്. നല്ലതുപോലെ തിളച്ചിട്ടുണ്ട്. ചിക്കനൊക്കെ അത്യാവശ്യം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അടച്ച് വെക്കണ്ട, തുറന്നു വെച്ച് കൊടുത്താൽ മതി. കുറച്ചും കൂടി ഒന്ന് തേങ്ങാപ്പാലൊക്കെ ഒന്ന് പറ്റി വരട്ടെ. ചിക്കനൊക്കെ നല്ലതുപോലെ വെന്തിട്ടുണ്ട്. നമുക്കൊരു 1-2 ഉരുളക്കിഴങ്ങൊന്ന് ഇതിൽ വെച്ച് ഒന്ന് ഉടച്ചു കൊടുക്കാം, ചെറുതായിട്ടൊന്ന് കൊഴുപ്പ് കിട്ടുന്നതിന് വേണ്ടിയിട്ട്. തണുത്ത് കഴിയുമ്പം സ്റ്റൂ കുറച്ചും കൂടി ഒന്ന് കുറുകി വരും കേട്ടോ. ഞാനെടുത്ത പച്ചമുളകിന് അത്യാവശ്യം നല്ല എരിവുള്ളതാണ്. അതുകൊണ്ട് ഞാൻ വളരെ കുറച്ച് മാത്രമേ കുരുമുളക് പൊടി ചേർക്കുന്നുള്ളൂ. ഒരു 1/4 ടീസ്പൂൺ മാത്രം. നിങ്ങൾ എടുക്കുന്ന മുളകിനനുസരിച്ച് കുരുമുളക് പൊടിയുടെ അളവിൽ വ്യത്യാസം വരുത്തിക്കൊള്ളുക. 1/2 ടീസ്പൂൺ ഗരം മസാല, 2-3 കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് 1 കപ്പ് 1ാം പാലാണ് കേട്ടോ എടുത്ത് വെച്ചിരിക്കുന്നത്. ആദ്യം എടുത്ത് വെക്കുന്ന കട്ടിയുള്ള പാലാണ് കേട്ടോ. 1ാം പാൽ ചേർത്തതിന് ശേഷം തേങ്ങാപ്പാൽ തിളയ്ക്കരുത്. ചെറുതായിട്ടൊന്ന് ചൂടായി വന്നാൽ മാത്രം മതി. ചിക്കൻ സ്റ്റൂ അധികം ദിവസം വെക്കാൻ പറ്റൂല കേട്ടോ. തേങ്ങാപ്പാൽ ചേർത്ത് ഉണ്ടാക്കുന്നത് കൊണ്ട് പെട്ടെന്ന് കേടായി പോകും. 1ാം പാൽ ഒഴിച്ചതിന് ശേഷം ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്ത് കൊടുക്കാം. തണുത്ത് കഴിയുമ്പോൾ ഒന്നും കൂടി ഒന്ന് കുറുകി വരുവേ. ഇതിലേക്ക് നമുക്ക് കുറച്ച് കാഷ്നട്ടും കിസ്മിസും എല്ലാം ഒന്ന് വറുത്തിടാം. ഞാനിവിടെ ഉള്ളി വറുത്തിടുന്നതിന് വേണ്ടിയിട്ട് വെളിച്ചെണ്ണ തന്നെയാണ് കേട്ടോ എടുക്കുന്നത്. നെയ്യ് എടുക്കുന്നവർക്ക് നെയ്യ് ചേർത്ത് കൊടുക്കാവേ. ഒരു 1.5 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ കുറച്ച് കാഷ്നട്ട് ആദ്യം ചേർത്ത് കൊടുക്കുകയാണ്. കുറച്ച് കിസ്മിസും കൂടി ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് ഫ്രൈ ആകുമ്പോഴേക്കും നമുക്ക് പെട്ടെന്ന് കോരിയെടുക്കണം, അതല്ലെങ്കിൽ വേഗം കരിഞ്ഞു പോകും. ഒരു 1/4 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കടുക് പൊട്ടിക്കഴിഞ്ഞതിന് ശേഷം ഒരു 2 ചെറിയുള്ളി ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ ഒരു 2-3 പച്ചമുളക് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കീറിയിട്ടൊന്നുമില്ല. എരിവ് കുറവാണെങ്കിൽ ഈ സമയത്ത് 2-3 പച്ചമുളക് കീറിയിട്ട് ഇട്ട് കൊടുത്താൽ മതി. ഇത് നമ്മുടെ ചിക്കൻ സ്റ്റൂവിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ ആദ്യം ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന കാഷ്നട്ടും കിസ്മിസും എല്ലാം ചേർത്ത് കൊടുക്കാം. നമ്മുടെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ചിക്കൻ സ്റ്റൂ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ. അപ്പോൾ മറ്റൊരു നല്ല റെസിപ്പിയുമായി വീണ്ടും വരാം. താങ്ക്